ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നെയിമിംഗ് ഓഫ് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പോളി ഫങ്ഷണൽ കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സൈക്ലിക് കോമ്പൗണ്ടുകളെ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുക എന്നുള്ളതാണ്. നോക്കാം. അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ടുകളെ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് നോക്കൂ, സൈക്ലോ എന്ന ഒരു പ്രൈമറി പ്രിഫിക്സ് ചേർക്കണം. അപ്പോൾ എത്ര കാർബൺ ഇവിടെ? 1, 2, 3 കാർബൺ അല്ലേ? 3 കാർബൺ ആകുമ്പോൾ എന്താണ്? പ്രൊപ്പ്. ഇത് സൈക്ലോ ആണ്. അപ്പോൾ സൈക്ലോ പ്രൊപ്പെയിൻ എന്നാണ്. സൈക്ലോ പ്രൊപ്പെയിൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരുന്നത്. ഇത് 4 കാർബൺ ആണ്, സൈക്ലിക് ആണ്. അപ്പൊ സൈക്ലോ ബ്യൂട്ടെയിൻ. സൈക്ലോ ബ്യൂട്ടെയിൻ എന്നാണ് ഈ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടോ സൈക്ലോ പെൻറ്റീൻ എന്നാണ്. സൈക്ലോ പെൻറ്റെയിൻ. സൈക്ലോ പെൻറ്റെയിൻ എന്നാണ് അവന്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളുടെ പേര് എന്താ നോക്കാം. നോക്കൂ, ഇത് സൈക്ലോ ഹെക്സെയിൻ ആണ് അല്ലേ? സൈക്ലോ ഹെക്സെയിൻ ആണ്. നോക്കൂ, ഇനി ഇവനെ പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ചെയിനോ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പോ എന്തെങ്കിലും ഒന്ന് മാത്രമാണെങ്കിൽ പൊസിഷൻ പറയേണ്ടതില്ല. അപ്പൊ ഇതിന്റെ പേര് സൈക്ലോ ഹെക്സ് 1 എന്ന് പറയേണ്ടതില്ല, കാരണം ഒറ്റ ഡബിൾ ബോണ്ടേ ഉള്ളൂ. എന്നാൽ ഒരു ഡബിൾ ബോണ്ടും ഒരു സൈഡ് ചെയിനോ അല്ലെങ്കിൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ 2 സൈഡ് ചെയിൻ, ഇങ്ങനെ എന്തെങ്കിലും ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് പൊസിഷൻ പറയണം. അപ്പൊ ഇതിന്റെ പേരെന്താണ്? സൈക്ലോ ഹെക്സീൻ എന്നാണ്. ഇതിന്റെ പേര് സൈക്ലോ ഹെക്സൈൻ എന്നാണ്. സൈക്ലോ ഹെക്സൈൻ. അപ്പോ ഈ കോമ്പൗണ്ടുകളുടെ പേര് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താണ് അടുത്ത റൂൾ എന്താ? യെസ്, ഇവിടെ സൈഡ് ചെയിനുകൾ കാണാം അല്ലേ? അപ്പൊ ഇവിടെ നമ്പർ ഇടണം. ഇതെന്താ? മിത്തൈൻ ആണ്. ഇത് മിത്തൈൻ ആണ്. ഇതെന്താ സാധനം? ഇത്തൈൻ ആണ് അല്ലേ? അപ്പോ നമ്മൾ ഏതാണ് ആദ്യം പറയാ? യെസ്, നോക്കൂ, നമ്പർ ഇടുമ്പോ ഏതാ? ഇവിടെ നിന്ന് 1 ഇട്ട 1, 2, 3 ആണ്. 1ലും 3ലും വരുന്നത്. ഇവിടെ നിന്നിട്ടാലോ 1, 2, 3 ആണ്. 2 ഭാഗത്തുനിന്നും 1, 2, 3 ആണ് വരുന്നത്, അല്ലെങ്കിൽ 1, 3 വരുന്നത്. ഇവിടെ നിന്ന് നമ്പർ ഇട്ടാൽ 1, 2, 3 ഇല്ലേ? അപ്പം 1ലും 3ലും ആണ് വരുന്നത്. ഇനി ഇവിടുന്ന് നമ്പർ ഇട്ടാലും എന്ത് തന്നെയാണ്? 1ഉം 3 ആണ് വരുന്നത് അല്ലേ? ഈ സൈഡിൽ നമ്മൾ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താണ്? 1ഉം 3ഉം തന്നെയാണ് വരുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇവിടുന്ന് നമ്പർ ഇട്ടാൽ എന്താ? 1, അതുപോലെ തന്നെ എന്താണ്? 2, പിന്നെന്താ? 1, 2, 3 ആണ് വരുന്നത് അല്ലെ? 2 നമ്പറിങ് സെയിം ആണ്. അപ്പൊ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആൽഫബറ്റിക് ഓർഡറിൽ ഇത്തയിൽ മിത്തയിൽ ആദ്യം വരുന്ന ഏതാ? ഇത്തയിലല്ലേ? അപ്പൊ ഇവിടെ നിന്നാണ് നമ്പറിങ് വരേണ്ടത്. അപ്പൊ ഈ എന്താണ്? ഈ ഓറഞ്ച് കളറായിട്ട് നമ്പറിങ് ആണ് ശരി. അപ്പൊ 1 ഇത്തയിൽ 3 മിത്തയിൽ സൈക്ലോ ഹെക്സൈൻ എന്നാണ്. 1 ഇത്തയിൽ 3 മിത്തയിൽ 3 മിത്തയിൽ സൈക്ലോ ഹെക്സൈൻ എന്നാണ് ആ കോമ്പൗണ്ടിന്റെ പേര് വരിക. ഇനി ഇതിന് പേരിടുക. ഇതിന് നമ്മൾ നമ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നന്നായി ശ്രദ്ധിച്ച് നമ്പർ ഇട്ടില്ലെങ്കിൽ തെറ്റും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം എങ്ങനെയാണ് നമ്പർ ഇടുക എന്ന് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്പറിങ് നോക്കൂ. നിങ്ങൾ ഇവിടുന്ന് നമ്പർ ഇട്ടാൽ 1, 2, 3 എന്നൊരു നമ്പർ കിട്ടും അല്ലെ? ഇവിടുന്ന് നമ്പർ ഇട്ടാലോ? ഇവിടുന്ന് നമ്പർ ഇട്ടാൽ 1, 2, 3 എന്ന ഒരു നമ്പറും കിട്ടും അല്ലെ? 2 നമ്പർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഏത് നമ്പറാണ്? 1, 2, 3 എന്നാണ്. നമുക്ക് ആദ്യം ആ ഓറഞ്ച് കളറിലെ നമ്പറിലെ ലൊക്കന്റ് നോക്കാം. ഒന്നാമത്തെ 1ലാണ്, രണ്ടാമത്തെ സൈഡ് ചെയിനും 1ലാണ്, അടുത്ത സൈഡ് ചെയിൻ 3ലാണ്. 1, 1, 3 ആണ്. എന്നാൽ ഈ വൈറ്റിൽ വരുമ്പോ എന്താണ്? 1 പിന്നെ 3, 3 ആണ്. ആദ്യത്തെ സൈഡ് ചെയിനുകൾ ആദ്യത്തെ നമ്പർ ലൊക്കന്റ് ഒരേപോലെയാണെങ്കിൽ അടുത്ത ലൊക്കന്റ് ആണ് നോക്കേണ്ടത്. നമുക്കറിയാലോ, അടുത്ത ലൊക്കന്റ് ആണ് നോക്കേണ്ടത് അല്ലെ? അടുത്ത ലൊക്കന്റ് ആണ്. അപ്പൊ ആദ്യത്തെ രണ്ടും സെയിം ആണ്. അടുത്ത ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. സോ ദിസ് നമ്പറിങ് ഇസ് കറക്റ്റ്. ഇനി പറയേണ്ട ഏതാ? ഇത് ഇത്തയിലാണ്. ഇത് ഏതാണ്? മിത്തയിലാണ്. മിത്തയിലാണ്. ഡൈമിത്തയിലിന്റെ ഡൈ വേണോ? വേണ്ട. ഡൈ വേണ്ട. അപ്പൊ ഡൈമിത്തയിലുണ്ട്. അപ്പൊ ആദ്യം ഏതാ പറയേണ്ടത്? ഇത്തയിലാണ് പറയേണ്ടത്. അപ്പൊ 3 ഇത്തയിൽ 1,1 ഡൈമിത്തൈൽ എന്താ? സൈക്ലോ ഹെക്സൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരിക. ഇനി ഇതിനെങ്ങനെ നമ്പറിംഗ് ഇടാം? ഇത് നമ്പറിംഗ് നോക്ക്. എങ്ങനെ നമ്പറിംഗ് വരിക? അത് നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. 1, 2, 3, 4 അല്ലെ? ഇനി ഇപ്പുറത്തേക്ക് നമ്പർ ഇടുക. 1, 2, 3, 4. പറ. വൈറ്റിലാവുമ്പോ എവിടേക്കുള്ളത്? 1ലുണ്ട്, പിന്നെ എവിടെ ഉള്ളത്? 3ലുണ്ട്, പിന്നെ എവിടെ? 4ലാണ്. ഓറഞ്ച് കളറിൽ വരുമ്പോ ഏതൊക്കെയുള്ളത്? 1ലുണ്ട്, 2ലുണ്ട്, പിന്നെ 4ലുണ്ട്. ഇവിടെ 2ഉം 1 ആണ് അല്ലെ? അടുത്തത് എന്താ? ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. ഇവിടെ അപ്പൊ ലോവസ്റ്റ് വേണ്ടത്. അപ്പൊ ദിസ് ഓറഞ്ച് നമ്പറിംഗ് ഇസ് കറക്റ്റ്. ഇനി പറയേണ്ട എന്താ? 3, 2 ഇതാണ് ഈ ഓറഞ്ച് നമ്പറിംഗ് കേട്ടോ. മറ്റേ നമ്പറിംഗ് തെറ്റാണ്, ഈ നമ്പറിംഗ് തെറ്റാണ്, ഈ നമ്പറിംഗ് തെറ്റാണ്. ഇനി
2-ല് ഇത്തൈലുണ്ട്, ഇത് മിത്തൈലാണ്, ഇത് ഇത്തൈലാണ്, ഇത് ഇത്തൈലാണ്, ഇത് മിത്തൈലാണ്, ഇത് മിത്തൈലാണ്. ആദ്യം പറയേണ്ട ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതാണ് ഏതാ? യെസ്. അപ്പോ 2 ഇത്തൈൽ, 2 ഇത്തൈൽ, 2 ഇത്തൈൽ, പിന്നെ 1,4 ഡൈമിത്തൈൽ, 1,4 ഡൈമിത്തൈൽ. ഇനി എത്ര കാർബണ? 1 2 3 4 5 6 7. സൈക്ലോ ഹെപ്റ്റെയ്ൻ എന്നാണ് ആ കോമ്പൗണ്ട് പേര് വരുന്നത്. സൈക്ലോ ഹെപ്റ്റെയ്ൻ എന്നാണ് ആ കോമ്പൗണ്ട് പേര് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ നോക്കൂ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ റിങ്ങും എന്താണ് പുറത്തുള്ള ചെയിനും എടുക്കുമ്പോൾ ഏതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക എന്നൊരു ചോദ്യമുണ്ട്. ഏതിലാണോ കാർബണിന്റെ എണ്ണം കൂടുതലുള്ളത്? നോക്കൂ, ഇത് എന്താണ്? കാർബണിന്റെ എണ്ണം റിങ്ങിലും പുറത്തും സെയിം ആണെങ്കിലും റിങ്ങിൽ കൂടുതലും ആണെങ്കിലും അവിടെ റിങ് ആണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, റിങ്ങിലും പുറത്തും സെയിം ആണെങ്കിലും റിങ്ങിൽ കൂടുതലാണെങ്കിലും റിങ് ആണ് മെയിൻ ചെയിൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ റിങ്ങിൽ 3, ഇവിടെ എന്താണ്? പുറത്ത് 2, ഇവിടെ റിങ്ങിൽ 4, ഇവിടെ പുറത്ത് 1, ഇവിടെ എന്താണ്? റിങ്ങിൽ എന്താണ്? 4, പുറത്തും 4. ഈ 3 കേസിലും അതായത് പുറത്തും റിങ്ങിലും സെയിം ആണെങ്കിലും പുറത്ത് റിങ്ങിൽ കൂടുതലും പുറത്ത് കുറവാണെങ്കിലും റിങ് ആണ് മെയിൻ ചെയിൻ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പേരെന്താണ്? ഇത് സൈഡ് ചെയിൻ ആണ്, ഇത് സൈഡ് ചെയിൻ ആണ്. ഏതാ മെയിൻ ചെയിൻ? സൈക്ലോപ്രോപ്പൈൻ. അപ്പൊ ഇത്തൈൽ സൈക്ലോപ്രോപ്പൈൻ എന്നാണ് പേര്. ഇത്തൈൽ സൈക്ലോപ്രോപ്പൈൻ എന്നാണ് പേര്. ഇത്തൈൽ സൈക്ലോപ്രോപ്പൈൻ. ഇതിന്റെ പേര് മിത്തൈൽ സൈക്ലോബ്യൂട്ടൈൻ എന്നാണ്. മിത്തൈൽ സൈക്ലോബ്യൂട്ടൈൻ എന്നാണ്. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് റിങ്ങിലും പുറത്തും സെയിം ആണെങ്കിലും റിംഗ് ആണ് മെയിൻ ചെയിൻ. അപ്പൊ സൈക്ലോബ്യൂട്ടൈൻ ആണ് അല്ലെ. എന്താ? പ്രൊപ്പൈൽ ഉണ്ട് അല്ലെ. പ്രൊപ്പൈൽ അല്ലെങ്കിൽ എൻ പ്രൊപ്പൈൽ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ പ്രൊപ്പൈൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പ്രൊപ്പൈൽ സൈക്ലോബ്യൂട്ടൈൻ, പ്രൊപ്പൈൽ സൈക്ലോബ്യൂട്ടൈൻ. ഓക്കെ, ഇവിടെ ഈ ഒരു റൂള് ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചിരിക്കുക. ഈ റൂള് ആണ് IUPAC റൂള്. പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് റൂള് പ്രകാരം എന്താണ്? എപ്പോഴും റിങ്ങിലും പുറത്തും എന്താണ്? കാർബണിന്റെ എണ്ണം റിങ്ങിൽ കൂടുതലാണെങ്കിലും റിങ്ങിൽ കുറവാണെങ്കിലും റിങ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കണം എന്ന് IUPACയുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ആ അപ്ഡേഷൻ നമ്മളുടെ ബുക്കുകളിലൊന്നും വരാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് എങ്ങനെ വന്നാലും റിങ് ആണ് മെയിൻ ചെയിൻ എടുക്കേണ്ടത് എന്നാണ് പുതിയ റൂള്. ഓക്കെ, എന്നാൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാറ്റുന്നുണ്ട്, ഞാൻ പറയാം. ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ലാത്ത കേസിൽ നമ്മളുടെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവൈലബിൾ ആയിട്ട് റൂൾ എന്ത് തന്നെയാണ്? റിങ്ങിലും പുറത്തും എന്താണ്? ഒരേ നമ്പർ ആണെങ്കിലും റിങ്ങിൽ കൂടുതലാണെങ്കിലും റിങ് ആണ് മെയിൻ ചെയിൻ, മറ്റെന്താണ്? സൈഡ് ചെയിൻ ആയിട്ടാണ് എടുക്കേണ്ടത്. സോറി, ഇത് പ്രൊപ്പൈൽ ഇല്ലാത്തത് ബ്യൂട്ടൈൽ ആണ്. ബ്യൂട്ടൈൽ സൈക്ലോബ്യൂട്ടൈൻ, ബ്യൂട്ടൈൽ സൈക്ലോബ്യൂട്ടൈൻ എന്നാണ് അതിന്റെ പേര്. പുറത്തും സെയിം ആണ് ഇവിടെ. അപ്പം മെയിൻ ചെയിൻ ഏതാ? സൈക്ലോബ്യൂട്ടൈൻ ആണ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എടുത്ത് എനിക്ക് പറഞ്ഞ് മനസ്സിലാവും. നോക്ക്, ഇവിടെ റിങ്ങിൽ എത്ര ഉണ്ട്? 3 ഉള്ളൂ അല്ലെ. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട്. അപ്പൊ ഏതാ മെയിൻ ചെയിൻ? യെസ്, ഇതാണ് മെയിൻ ചെയിൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് റൂൾ പ്രകാരം ഇത് തന്നെയാണ് എന്ത്? മെയിൻ ചെയിൻ. പക്ഷെ അത് നമ്മുടെ ബുക്കിലൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട്, ബുക്കുകളിലൊന്നും വരാത്തതുകൊണ്ട് ഞാൻ പഴയ ആ റൂൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഏതാണ് മെയിൻ ചെയിൻ? ഇതാണ് മെയിൻ ചെയിൻ. കാരണം പുറത്ത് കാർബൺ എണ്ണം കൂടുതലാണ്, റിങ്ങിൽ കുറവാണ്. അപ്പൊ ഏതാണ് മെയിൻ ചെയിൻ? പുറത്തുള്ളതാണ് മെയിൻ ചെയിൻ. ഇനി അവിടെ നമ്പർ ഇടണം. 1 2 3 4 5 6 അല്ലെ. മൂന്നാമത്തെ പൊസിഷനിൽ എന്തുണ്ട്? സൈക്ലോപ്രോപ്പൈൻ ഉണ്ട്. അപ്പൊ ഹെക്സൈൻ ആണ് മെയിൻ. അപ്പൊ ഹെക്സൈൻ ആണ് മെയിൻ ചെയിൻ കേട്ടോ. അല്ലാണ്ട് സൈക്ലോപ്രോപ്പൈൻ എന്ന് പറയരുത്, ഹെക്സൈൻ സൈക്ലോപ്രോപ്പൈൻ എന്ന് പറയരുത്. ഹെക്സൈൻ ആണ് മെയിൻ ചെയിൻ. 3 എന്തുണ്ട്? 3 സൈക്ലോപ്രോപ്പൈൽ എന്നുണ്ട്. 3 സൈക്ലോപ്രോപ്പൈൽ ഹെക്സൈൻ എന്നാണ് കോമ്പൗണ്ടിന്റെ പേര്. 3 സൈക്ലോപ്രോപ്പൈൽ ഹെക്സൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഇനി ഇവിടെ നമ്മൾ നോക്കൂ, ഇതെന്താ? യെസ്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട റൂൾ ഉണ്ട്. എന്താണ് ആ റൂള്? യെസ്, ഈ റിങ്ങിനകത്ത് മൾട്ടിപ്പിൾ ബോണ്ട് വന്നു, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വന്നു, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ല, സൈഡ് ചെയിൻ അല്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള കാർബണിന് തന്നെ നമ്പർ 1ഉം 2ഉം കിട്ടണം. റിങ്ങിനകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നു, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലെങ്കിൽ സപ്പോസ് ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ എന്താണ് കോമ്പൗണ്ട്, ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ റൂള് ബാധകല്ല. നമ്പർ 1 ഇവിടെ തന്നെ കൊടുക്കേണ്ടത്, അല്ലാണ്ട് ഡബിൾ ബോണ്ടിന് 1 ഉം 2 അല്ല. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പില്ല, 2 മിത്തൈലാണ്. അങ്ങനെയാണെങ്കിൽ ഡബിൾ ബോണ്ടിൽ ഉൾപ്പെട്ട കാർബണിന് നമ്പർ 1ഉം 2ഉം കിട്ടുക നിർബന്ധമാണ്. ഡബിൾ ബോണ്ട് ഉൾപ്പെട്ട കാർബണിന് നമ്പർ 1ഉം 2ഉം കിട്ടുക നിർബന്ധമാണ്. അപ്പൊ അത് എങ്ങനെ കൊടുക്കാം? ഒന്ന് ഇങ്ങനെ കൊടുക്കാം, 1 2 3 എന്ന് കൊടുക്കാം അല്ലെ. 1 2 3 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 2 കിട്ടി. ഇനി നമുക്ക് മറ്റൊരു സാധ്യത ഉള്ള ഏതാണ്? മറ്റൊരു സാധ്യത കൊടുക്കാൻ പറ്റിയതാണ് ഇങ്ങനെ കൊടുത്തൂടെ? എങ്ങനെ?
ഇവിടുന്ന് 1, ഇവിടുന്ന് 2, ഇവിടുന്ന് 3, ഇവിടുന്ന് 4, ഇവിടുന്ന് 5 ഇങ്ങനെയും കൊടുക്കാം. നമുക്ക് ഏതാണ് ശരി എന്നാണ് ലൊക്കന്റ് നോക്കാം. ആദ്യം ആ ഓറഞ്ചിന് ലൊക്കന്റ് നോക്കൂ. 1-ൽ ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ 2-ൽ സൈഡ് ചെയിൻ ഉണ്ട്, പിന്നെ 3-ൽ എന്തുണ്ട്, സൈഡ് ചെയിൻ ഉണ്ട്. എന്നാൽ വൈറ്റിലിട്ട് ആ നമ്പറിംഗ് നോക്ക്. 1-ൽ ഡബിൾ ബോണ്ട് ഉണ്ട്, 1-ൽ തന്നെ ആദ്യത്തെ സൈഡ് ചെയിൻ ഉണ്ട്, അടുത്ത സൈഡ് ചെയിൻ 5-ലാണ്. ആദ്യത്തെ ലൊക്കന്റ് എന്താണ്, സെയിം ആണെങ്കിൽ അടുത്ത ലൊക്കന്റ് ചെറുതാ നോക്കണ്ട. ഇവിടെ 2 ഇവിടെ 3. സോ വൈറ്റ് കളറിലിട്ട നമ്പറിംഗ് ആണ് കറക്റ്റ്. വൈറ്റ് കളറിലിട്ട നമ്പറിംഗ് ആണ് കറക്റ്റ്. ഓർത്ത് വെക്കുക. അപ്പൊ ഏതാണ്? യെസ്, പറയൂ. ഏതാ? 1,5 ഡൈമിഥൈൽ, 1,5 ഡൈമിഥൈൽ, ഡൈമിഥൈൽ, ഡൈമിഥൈൽ സൈക്ലോപെന്റ് അല്ലേ? സൈക്ലോപെന്റ് 1 അല്ലെങ്കിൽ പെൻഡീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം 1 2 അവിടെ തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു OH ഉണ്ടെങ്കിൽ ഇത് ബാധകല്ല കേട്ടോ. എപ്പോഴാ പറഞ്ഞ റിങ്ങിനകത്ത് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടിൽ ഉൾപ്പെട്ട കാർബണിന് തന്നെ നമ്പർ 1ഉം 2ഉം കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അത് ബാധകമാണ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ നോക്കൂ, ഏതാ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് നമ്പറിംഗ് ഇടാം. എഴുതാ, ഇവിടെ നമ്പറിംഗ് ഇട്ടാ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇതൊരു നമ്പറിംഗ് ആണ്. ഇനി മറ്റൊരു നമ്പറിംഗ് ഏതാ? ഇതാ, ഇവിടുന്ന് നമ്പർ ഇടാം. 1 2 3 4 5 6. പറ ലൊക്കന്റ് പറ. വൈറ്റിന്റെ ലൊക്കന്റ് എന്തൊക്കെയാ? 1-ൽ ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ 2-ൽ സൈഡ് ചെയിൻ ഉണ്ട്, പിന്നെ 4-ലുണ്ട്. യെല്ലോ കളറിലിട്ടത് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലിട്ടത് പറ. 1-ൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, 1-ൽ തന്നെ സൈഡ് ചെയിൻ ഉണ്ട്, പിന്നെ അടുത്ത 5-ലാണ്. അതെ, അടുത്ത രണ്ടും കറക്റ്റ് ആണ്. 1 1. അടുത്ത ഇവിടെ 2 ആണ്, ഇവിടെ 1 തന്നെയാണ് വരുന്നത്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. 1-ൽ തന്നെയാണ് ഡബിൾ ബോണ്ടും, 1-ൽ തന്നെയാണ് സൈഡ് ചെയിനും. സോ ആൻസർ എന്താണ് പറയൂ? ആദ്യം പറയേണ്ടത് എന്താ? ഇത്തൈലല്ലേ? ഇത്തൈലാണ് അല്ലേ? 5 ഇത്തൈൽ, 5 ഇത്തൈൽ, 5 ഇത്തൈൽ, 1 മിത്തൈൽ, 1 എന്താണ്? മിത്തൈൽ സൈക്ലോഹെക്സീൻ അല്ലെങ്കിൽ സൈക്ലോഹെക്സ്-1-ഈൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, സൈക്ലോഹെക്സീൻ എന്നാണ്. ഇനി ഇവിടെ 2 ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ രണ്ടാക്കും 1 2 കൊടുക്കാൻ കഴിയില്ലല്ലോ എന്തായാലും. അപ്പൊ ഏതെങ്കിലും ഒന്നിന് 1 2 കൊടുക്കുക, എന്നിട്ട് അടുത്തതിന് ലീസ്റ്റ് വരുന്ന രൂപത്തിൽ കൊടുക്കുക. അതാ, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 3 കൊടുത്തു അല്ലേ? ഇവിടെ 3 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു, ഇവിടെ 5 കൊടുത്തു, ഇവിടെ 6 കൊടുത്തു അല്ലേ? ശരിയല്ലേ? യെസ്, അങ്ങനെ കൊടുത്തു. അപ്പൊ ഇനി പറ എന്താ? സൈക്ലോഹെക്സാഡൈൻ ആണ്. അത് എവിടേക്കുള്ളത്? 1-ലുണ്ട്, പിന്നെ 4-ലുമാണ്. അപ്പൊ എന്താ? സൈക്ലോ ഹെക്സ് പറയരുത്, കാരണം 1-ൽ കൂടുതൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്ന ആൽക്കാഡൈൻ എന്ന് പറയണമെന്ന് പറഞ്ഞ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സൈക്ലോഹെക്സ എന്താണ്? 1,4 ഡൈൻ അല്ലെങ്കിൽ 1,4 സൈക്ലോഹെക്സാഡൈൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സൈക്ലോഹെക്സ 1,4 ഡൈൻ എന്ന് പറഞ്ഞാലും ആൻസർ എന്താണ്? ശരിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി ഈ പറഞ്ഞ റൂള്, അതായത് റിങ്ങിലുള്ള കാർബണിന്റെ എണ്ണം പുറത്തുള്ള കാർബണിന്റെ എണ്ണൊക്കെ നോക്കിയിട്ട് ഏതാണ് മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ആ റൂള് ബാധകമല്ല എപ്പോ ഫങ്ഷണൽ ഗ്രൂപ്പോ മൾട്ടിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങളത് നോക്കേണ്ട റിങ്ങിലെ എണ്ണോ പുറത്തുള്ള കാർബണിന്റെ എണ്ണം നോക്കണ്ട. ആ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഭാഗമാണ് മെയിൻ ചെയിൻ. അത് ഒരു കാർബൺ ആണെങ്കിൽ പോലും ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഭാഗമാണ് മെയിൻ ചെയിൻ. ഇതേ നോക്കൂ, ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ 5 കാർബൺ ഉണ്ട്, ഇവിടെ 3 കാർബണേ ഉള്ളൂ. അപ്പോൾ ഏതാ? സൈക്ലോപെന്റീൻ ആണ്. അതായത് ഇത് പ്രൊപ്പൈൽ സൈക്ലോപെന്റീൻ എന്നാണോ പറയാ? അല്ല 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 അല്ല, ഇത് സൈഡ് ചെയിൻ ആണ്, ഇത് സൈഡ് ചെയിൻ ആണ്, ഇതെല്ലാം മെയിൻ ചെയിൻ. കാരണം മൾട്ടിപ്പിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്, ആ മൾട്ടിപ്പിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പോ ഉള്ള ഭാഗമാണ് മെയിൻ ചെയിൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ദ കാർബൺ. കാർബണിന്റെ എണ്ണം എത്ര തന്നെയാണെങ്കിലും. അപ്പൊ നോക്കൂ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? യെസ്, അപ്പൊ ഇവിടെ 3 ആണ്, 3 കാർബൺ. നമ്പർ പ്രയോറിറ്റി കൊടുക്കണം. ആർക്കാണ്? സൈഡ് ചെയിൻ ആണോ മൾട്ടിപ്പിൾ ബോണ്ട് ആണോ പ്രയോറിറ്റി? 1 2 3 മൾട്ടിപ്പിൾ ബോണ്ട് ആണ് പ്രയോറിറ്റി അല്ലേ? അപ്പൊ 3 സൈക്ലോപ്രൊപ്പൈൽ, 3 സൈക്ലോപ്രൊപ്പൈൽ പ്രൊപ്പ് 1-ഈൻ അല്ലെങ്കിൽ 1 പ്രൊപ്പീൻ, പ്രൊപ്പ് 1-ഈൻ, 3 സൈക്ലോപ്രൊപ്പൈൽ പ്രൊപ്പ് 1-ഈൻ എന്നാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്ക്, 1 2 3 4 കാർബൺ, ഇവിടെ 6 കാർബൺ. ഏതാ മെയിൻ ചെയിൻ? ഇതാണ്. കാരണം എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ പിന്നെ റിങ്ങിലും പുറത്തുള്ള കാർബണിന്റെ എണ്ണം നിങ്ങൾ നോക്കാൻ പോകണ്ട. എവിടെയാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആ ഭാഗമാണ് മെയിൻ ചെയിൻ. ഇനി നമ്പറിംഗ് കൊടുക്കണം. ഡബിൾ ബോണ്ടാണോ ഫങ്ഷണൽ ഗ്രൂപ്പിനാണോ? ഡബിൾ ബോണ്ട് 1 2 3 വരിക. ഇവിടുന്ന് 1 2-ൽ വരും. ഡബിൾ ബോണ്ടിനല്ല പ്രയോറിറ്റി, ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. അപ്പൊ 1 2 പിന്നെ 3 4 അല്ലേ? ഇതെന്താണ്? സൈഡ് ചെയിൻ ആണ്. അപ്പൊ എന്താ പറയാ? 4 സൈക്ലോഹെക്സൈൽ, 4 സൈക്ലോഹെക്സൈൽ, 4 സൈക്ലോഹെക്സൈൽ
ബ്യൂട്ട് ഏതാ എവിടെ ഈനുള്ളത് 3 ഈൻ ഈനിലെ ഈ ഒഴിവാക്കിയിട്ട് 2 ഓൺ 3 ഈൻ 2 ഓൺ 4 സൈക്ലോഹെക്സൈൽ ബ്യൂട്ട് 3 ഈൻ 2 ഓൺ. ഇനി ഇവിടെ നോക്കൂ കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, അതുകൊണ്ട് ഇത് തന്നെയാണ് മെയിൻ 1 2 3 ആണ് അല്ലേ. പ്രൊപ്പനോയിക് ആസിഡ് ആണ്, ആ പ്രൊപ്പനോയിക് ആസിഡ് 3 എന്തുണ്ട് സൈക്ലോഹെക്സൈൽ ഉണ്ട്. അപ്പൊ എന്താ 3 സൈക്ലോഹെക്സൈൽ ഹെക്സൈൽ പ്രൊപ്പനോയിക് ആസിഡ് 3 സൈക്ലോഹെക്സൈൽ പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര് വരിക. അടുത്ത കോമ്പൗണ്ട് നോക്കൂ, ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു കാർബൺ ഉള്ളൂ അല്ലേ, അപ്പൊ ഇത് മെത്തനോൾ ആണ്. ഇതാണ് മെയിൻ ചെയിൻ, സൈക്ലോഹെക്സൈൽ മെത്തനോൾ ആണ്. ഇത് എടുക്കുന്ന മെയിൻ ചെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതാണ് മെയിൻ ചെയിൻ. അപ്പൊ എന്താ സൈക്ലോഹെക്സൈൽ മെത്തനോൾ എന്നാണ് മെത്തനോൾ. നോക്കൂ ഇവിടെ ഈ കോമ്പൗണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കൂടി ഉണ്ട്, ഇവിടെ ഒരു ലൈൻ കൂടി ഉണ്ട്, ഇവിടെ ഒരു ലൈൻ കൂടി ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ കൂടി ഉണ്ട്. ഓക്കെ യെസ് പറ എന്താ പേര്? യെസ്, അതായത് നമ്പർ ഇടണം. എവിടുന്ന 1 2 3 4 അല്ലേ, 4. അപ്പോ എന്താണ് ബ്യൂട്ടനോൺ ആണ്, ബ്യൂട്ടൻ 1 ഓൺ ആണ്. 1ൽ എന്തുണ്ട് സൈക്ലോഹെക്സൈൽ ഉണ്ട് അല്ലേ, സൈക്ലോഹെക്സൈൽ ഉണ്ട്. അപ്പൊ എന്താണ് 1 സൈക്ലോഹെക്സൈൽ ബ്യൂട്ടൻ 1 ഓൺ 1ലാണ് ഓൺ ഉള്ളത്. 1 2 3 4 ബ്യൂട്ട് അതിൽ 1ലാണ് ഓൺ ഉള്ളത്, 1ൽ തന്നെയാണ് സൈക്ലോഹെക്സൈൽ ഉള്ളത്. യെസ്, ഇനി ഇവിടെ നമ്പറിംഗ് ഇടണം. എവിടുന്ന നമ്പറിംഗ്? ഡബിൾ ബോണ്ട് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. ഈ ആലോചന ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ടിന് 1ഉം 2ഉം കൊടുക്കണം. എങ്ങനെ കൊടുക്കും? ഇവിടെ നിന്ന് കൊടുത്താൽ 1 2 3 4, പിന്നെന്താ വരിക? അപ്പൊ 1 2 3 4 5 6. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുത്തൂടെ? 1 2 3 4 5 6. രണ്ടിലുള്ള ലൊക്കന്റ് പറയും. 1ൽ വൈറ്റിലാകുമ്പോൾ 1ൽ ഡബിൾ ബോണ്ട്, പിന്നെ 3ൽ ക്ലോറിൻ, 4ൽ എന്തുണ്ട് മിത്തൈല്, പിന്നെ 6 1 3 4 6. ഇനി ഓറഞ്ചിലാകുമ്പോൾ എവിടെയാ? 1ൽ ഡബിൾ ബോണ്ട് ഉണ്ട്, 3ൽ എന്തുണ്ട് ബ്രോമിൻ ഉണ്ട്, പിന്നെ ഏതാ 5ൽ എന്തുണ്ട് 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 5ൽ എന്തുണ്ട് മിത്തൈൽ ഉണ്ട്, പിന്നെ 6ൽ എന്തുണ്ട് ക്ലോറിൻ ഉണ്ട് അല്ലേ, 6ൽ ക്ലോറിൻ ഉണ്ട്. ശരിയല്ലേ? യെസ്. അപ്പൊ നോക്കൂ 1 എന്താണ് സെയിം തന്നെയാണ്, 3 എന്തെന്നെയാണ് സെയിം തന്നെയാണ്. അടുത്തത് ഇവിടെ വൈറ്റിൽ വരുമ്പോൾ 3 കഴിഞ്ഞാൽ പിന്നെ വരുന്ന എവിടെയാണ്? 1 കഴിഞ്ഞ് 3 കഴിഞ്ഞാൽ പിന്നെ 4ലാണ് വരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ അത് 5ലാണ് വരുന്നത് അല്ലേ, 5ലാണ് വരുന്നത്. അപ്പൊ ഏതാണ് നമ്പറിംഗ് കറക്റ്റ്? യെസ്, ഈ വൈറ്റിലുള്ളതാണ് നമ്പറിംഗ് കറക്റ്റ്. അടുത്ത ലൊക്കന്റ് ഇവിടെ 5ആണ്, ഇവിടെ 4ആണ്. ഓക്കെ, അപ്പൊ വൈറ്റിലുള്ള നമ്പറിംഗ് ആണ് കറക്റ്റ്. അപ്പൊ പറ എങ്ങനെയാണ് പേര് പറയൂ. യെസ്, ആദ്യം ബ്രോമിൻ ഉണ്ട്, പിന്നെ ക്ലോറിൻ ഉണ്ട്, പിന്നെ മിത്തൈൽ ഉണ്ട്. അപ്പോൾ ഏതാ വൈറ്റിലല്ലേ പറഞ്ഞത്? യെസ്. അപ്പൊ വൈറ്റിലാകുമ്പോൾ 6 ബ്രോമോ, പിന്നെ ഏതാ 6 ബ്രോമോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ 3 ക്ലോറോ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് 4 മിത്തൈൽ. 3 ക്ലോറോ 4 മിത്തൈൽ അല്ലേ, 3 ക്ലോറോ 4 മിത്തൈൽ സൈക്ലോഹെക്സ് ഏതാ 1 ഈൻ അല്ലെ, 1 ഈൻ അല്ലെങ്കിൽ സൈക്ലോഹെക്സീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സൈക്ലോഹെക്സ് 1 ഈൻ. അപ്പൊ വൈറ്റ് കളറിലെ നമ്പറിംഗ് ആണ് കറക്റ്റ്. 6ൽ ബ്രോമിൻ ഉണ്ട്, 3ൽ ക്ലോറോ ഉണ്ട്, 4ൽ മിത്തൈൽ ഉണ്ട്, സൈക്ലോഹെക്സ് 1 ഈൻ. ഇതാണ് കറക്റ്റ് നെയിമിംഗ്. ഓക്കെ, അടുത്ത കോമ്പൗണ്ടിലേക്ക് വരാം. നോക്കൂ, ഒരു എന്താണ് ചെയിൻ്റെ മുകളിൽ, അൺബ്രാഞ്ചഡ് ചെയിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഒന്നിൽ കൂടുതൽ റിങ് വന്നാൽ ആ റിങ്ങിൽ ഇനി എത്ര കാർബൺ ഉണ്ടെങ്കിലും അത് നമ്മൾ സൈഡ് ചെയിൻ ആയിട്ടാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? മീഥേൻ ആണ്. ഡയറക്റ്റ് വരണം. ഓക്കെ, ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എത്ര വലിയ ചെയിൻ ആണെങ്കിലും ആ റിങ് സൈഡ് ചെയിൻ ആയിട്ടാണ് പറയാം. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഡൈസൈക്ലോപ്രോപ്പൈൽ മീഥേൻ എന്നാണ്. ഡൈസൈക്ലോപ്രോപ്പൈൽ മീഥേൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരിക. ഡൈസൈക്ലോപ്രോപ്പൈൽ മീഥേൻ എന്നാണ്. ഇനി ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ 1 2 3. ഓക്കെ, അപ്പോൾ പ്രൊപ്പൈൻ ആണ്.
പ്രൊപ്പൈൻ്റെ 1ലും എന്താണ് 3ലും സൈക്ലോഹെക്സൈൽ ഉണ്ട്. അപ്പം എന്താ 1,3 ഡൈസൈക്ലോഹെക്സൈൽ എന്താണ് പ്രൊപ്പൈൻ എന്നാണ്. അതെന്തിനാ 1,3 പറയുന്നത്? പറയണം. കാരണം എന്താ, ഇപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കാം. ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങൾ എങ്ങനെ നെയിം ചെയ്യാം? 1, 2, 3, 4, 5 അല്ലേ? 1,2 ഡൈസൈക്ലോപ്രൊപ്പൈൽ. ഇനി ഇത് അത് ഇവിടെയാണെങ്കിലോ 1,3, ഇവിടെയാണെങ്കിലോ 1,5 അങ്ങനെ വരിക. അപ്പം ഇവിടെ എന്താണ് 1, ഈ സൈക്ലോക്കൽ ഇവിടെ ആയിക്കൂടെ 2 ആയിക്കൂടെ. അപ്പം നമ്മൾ എന്താണ് 1,3 ഡൈസൈക്ലോഹെക്സൈൽ പ്രൊപ്പൈൻ എന്നാണ് പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ചെയിൻ. ഇതാണ് മെയിൻ ചെയിൻ, പ്രൊപ്പൈൻ ആണ് മെയിൻ ചെയിൻ. 1,3 ഡൈസൈക്ലോഹെക്സൈൽ പ്രൊപ്പൈൻ എന്നാണ്. ഇനി 2 റിങ്ങുകൾ ഇങ്ങനെ കണക്ട് ചെയ്താലോ? അപ്പോൾ വലിയ റിങ് മെയിൻ ചെയിനും ചെറിയ റിങ് സൈഡ് ചെയിനുമാണ്. അപ്പോൾ എന്താണ് സൈക്ലോപെന്റൈൽ അല്ലേ? ഓക്കെ, സൈക്ലോപെന്റൈൽ സൈക്ലോഹെക്സൈൻ എന്നാണ്. സൈക്ലോപെന്റൈൽ സൈക്ലോഹെക്സൈൻ. അപ്പൊ 2 റിങ്ങുകൾ കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ ചെറിയ റിങ് എന്താണ് സൈഡ് ചെയിനും വലിയ റിങ്ങും മെയിൻ ചെയിനുമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. മക്കളെ ഓർക്കണം, ഇങ്ങനെയുള്ള കോമ്പൗണ്ട് അതിന് നമ്മൾ എന്താണ് സ്പൈറോ കോമ്പൗണ്ട് എന്നൊക്കെ പറയും. അതും ഇതും വ്യത്യാസം കേട്ടോ. ഇതല്ല ഇത് 2 റിങ്ങുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 റിങ്ങുകൾ കൂടി ഒരു കോമൺ കാർബൺ ഉണ്ട്. അത് സ്പൈറൈൻസ് എന്ന കോമ്പൗണ്ട് ആണ്. ബൈസൈക്ലോ ആൻഡ് സ്പൈറോ കോമ്പൗണ്ട്സിന്റെ നെയിമിങ്ങിന്റെ റൂള് വേറെയാണ്. ഇതും വ്യത്യാസമുണ്ട്. ഇതിന്റെ റൂളല്ല ഇതിന്റെ റൂളല്ല ഇതിനെ സ്പൈറോ കോമ്പൗണ്ട്സ് എന്നാണ് പറയാം. സ്പൈറോ അതിന്റെ റൂള് വേറെയാണ്. നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്താണ്? മെയിൻ ചെയിൻ. വലിയ റിങ് മെയിൻ ചെയിനും ചെറിയ റിങ് എന്താണ് സൈഡ് ചെയിൻ. അപ്പൊ സൈക്ലോപെന്റൈൽ സൈക്ലോ എന്താണ് ഹെക്സൈൻ ആണ്. ഇനിയിപ്പോ ഇവിടെ ഒരു പ്രൊപ്പൈനും കൂടി ഉണ്ടെങ്കിലോ അപ്പൊ എന്താണ് ഹെക്സൈൽ അല്ലേ? സൈക്ലോഹെക്സൈൽ 1 സൈക്ലോഹെക്സൈൽ 2 സൈക്ലോപ്രൊപ്പൈൽ സൈക്ലോഹെക്സൈൻ. ഓക്കെ, 1 സൈക്ലോപെന്റൈൽ 2 സൈക്ലോപ്രൊപ്പൈൽ സൈക്ലോഹെക്സൈൻ എന്നാ പറയാം. മെയിൻ ചെയിൻ തന്നെയാണ്. ഇത് രണ്ടും 5 കാർബണും 3 കാർബണാണ്. അത് രണ്ടും സൈഡ് ചെയിൻ ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി ഇവിടെയാണ് നമ്മൾ അടുത്ത റോള്. ഇവിടെ നിങ്ങൾ നോക്കൂ, റിങ്ങിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, പുറത്തും എന്തുണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മെയിൻ ചെയിൻ ഏത് സെലക്ട് ചെയ്യുന്ന? റിങ്ങിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, OH ഉണ്ട്, പുറത്തും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡ് വേണ്ടല്ലേ ബാക്കി എല്ലാവർക്കും പ്രയോറിറ്റി ഉള്ളത്. പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള എന്താണ് ഭാഗം മെയിൻ ചെയിൻ. അപ്പോൾ ഇതാണ് മെയിൻ ചെയിൻ. യെസ്, 1, 2, 3. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡ് ആണ്. എന്താണ്? പ്രൊപ്പനോയിക് ആസിഡ് ആണ്. പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ് ആ കോമ്പൗണ്ടിന്റെ പേര്. ഇനി ഇത് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സിനെ നെയിം ചെയ്യുമ്പോൾ ആ മെയിൻ ചെയിനോട് അറ്റാച്ച് ചെയ്ത കാർബൺ ഏതാണോ അതിനാണ് നമ്പർ 1 കൊടുക്കേണ്ടത്. 1 കൊടുത്തു, ഇനി 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു, 5 കൊടുത്തു, 6 കൊടുത്തു. സൈക്ലോഹെക്സ് 2 ഇനൈലാണ്. അതിന്റെ 4ൽ എന്തുണ്ട്? ഒരു ഹൈഡ്രോക്സി ഉണ്ട്. അപ്പൊ ഇതെന്താ സാധനം? 4ൽ ഹൈഡ്രോക്സി ഉള്ള ഒരു സൈക്ലോഹെക്സ് 2 ഈനാണ്. അത് സൈഡ് ചെയിൻ ആകുമ്പോൾ മിത്തൈൽ ഇത്തൈൽ എന്നൊക്കെ പറയുന്നത് പോലെ സൈക്ലോഹെക്സ് 2 ഇനൈൽ എന്ന് പറയണം. അത് എവിടെയാണുള്ളത്? 3ലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 എന്നിടണം. മെയിൻ ചെയിൻ്റെ 3ൽ എന്താ 4 ഹൈഡ്രോക്സി 4ൽ ഹൈഡ്രോക്സി ഉള്ള ഒരു സൈക്ലോഹെക്സ് 2 ഇനൈൽ. ഇനൈൽ എന്ന് പറയാൻ കാരണം നമ്മൾ സൈഡ് ചെയിൻ്റെ മിത്തൈൽ പ്രൊപ്പൈൽ എന്നൊക്കെ അല്ലേ പറയാം. അപ്പോൾ മെയിൻ ചെയിൻ്റെ പ്രൊപ്പനോയിക് ആസിഡിന്റെ 3ൽ 4ൽ ഹൈഡ്രോക്സി ഉള്ള ഒരു സൈക്ലോഹെക്സ്, അതിന്റെ 2ൽ എന്തുണ്ട്? ഈൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 4 ഹൈഡ്രോക്സി സൈക്ലോഹെക്സ് 2 ഇനൈൽ ഉണ്ട്. എവിടെ? മെയിൻ ചെയിൻ്റെ 3rd കാർബണിൽ. ഓക്കെ, ഇനി നമുക്ക് എന്താ ഉള്ളത്? കീറ്റോൺ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അമീൻ ഉണ്ട്. ആർക്കാണ് പ്രയോറിറ്റി? കീറ്റോൺ ആണ്. അപ്പം അതുള്ള ഭാഗമാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്പർ 1 കൊടുത്തു. ഇതാണ് മെയിൻ ചെയിൻ. 1, 2, 3, 4, 5, 6 അല്ലേ? സൈക്ലോഹെക്സനോൺ ആണ്. സൈക്ലോഹെക്സനോൺ എന്നാണ് കോമ്പൗണ്ട് പേര്. സൈക്ലോഹെക്സനോൺ. ആ സൈക്ലോഹെക്സൈൻ്റെ എന്താണ്? മുകളിൽ ഒരു സൈഡ് ചെയിൻ ഉണ്ട്.
അതിന് നമ്മൾ വേറെ നമ്പർ ഇടണം. മെയിൻ ചെയിനോട് അറ്റാച്ച് ചെയ്ത കാർബണിനാണ് നമ്പർ 1 കൊടുക്കേണ്ടത്. 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. പ്രൊപ്പൈൻ ആണ്. ആ പ്രൊപ്പൈൻ്റെ 2 ഹൈഡ്രോക്സി ഉണ്ട്, 2 ഹൈഡ്രോക്സി ഉണ്ട്, പിന്നെ 3 അമീനോ ഉണ്ട്. ആദ്യം ഏതാ പറയേണ്ടത്? അമീനോ ആണ് പറയേണ്ടത്. 3 അമീനോ 2 ഹൈഡ്രോക്സി പ്രൊപ്പൈൽ. അതായത് 3 അമിനോ ഉള്ള 2 ഹൈഡ്രോക്സി ഉള്ള ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ്. ആ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉള്ളത് മെയിൻ ചെയിൻ്റെ 2-ലാണ്. അപ്പൊ മെയിൻ ചെയിൻ്റെ 2 എന്നെടുക്കുക. അതിൻ്റെ എന്താ ഉള്ളത്? 3 അമിനോ ഉള്ള 2 ഹൈഡ്രോക്സി ഉള്ള ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ്. 2 ഹൈഡ്രോക്സി ഉള്ള ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഇതുള്ളത് എവിടെയാ? മെയിൻ ചെയിൻ്റെ 2-ല്. ഇപ്പൊ മെയിൻ ചെയിൻ്റെ 2-ല് 3 അമിനോ 2 ഹൈഡ്രോക്സി. എന്ത് അമിനോ ആദ്യം വരാൻ കാരണം ആൽഫബറ്റിക് ഓർഡർ അല്ലേ? ഹൈഡ്രോക്സി അത് രണ്ടുള്ളത് എവിടെയാണ്? പ്രൊപ്പൈൽ അല്ലേ? യെസ്, പ്രൊപ്പൈലാണ്. അപ്പൊ പ്രൊപ്പൈൽ എന്താണ്? സൈക്ലോഹെക്സൈൻ എന്നാണ് ആ കോമ്പൗണ്ടിന്റെ പേര് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത കോമ്പൗണ്ടിലേക്ക് വരാം. നോക്കൂ, ഈ കോമ്പൗണ്ടിൽ 2-ലും സെയിം ഫങ്ഷൻ ഗ്രൂപ്പാണ്. ഇവിടെയും OH ഇവിടെയും OH അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കാർബണിൻ്റെ എണ്ണത്തിലേക്ക് തന്നെ മടങ്ങുക. നമ്മൾ പറഞ്ഞു മെയിൻ പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഭാഗമാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 2-ലും ഒരേ പ്രയോറിറ്റി ആണെങ്കിൽ പിന്നെ നമ്മൾ കാർബണിൻ്റെ എണ്ണത്തിലേക്ക് തന്നെയാണ് മടങ്ങുക. ഇവിടെ എത്രയാ? 1 2 3 4 5 6. ഇവിടെ 1 2 3 4 കാർബണുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് മെയിൻ ചെയിൻ. 1 2 3 4 5 6 അല്ലേ? സൈക്ലോഹെക്സൻ 1 ഓൾ ആണ്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? സൈഡ് ചെയിൻ ആയിട്ട് എടുക്കണം. അപ്പൊ എന്താ? 1 2 3 4 അല്ലെ? ബ്യൂട്ടൈലാണ്. ആ ബ്യൂട്ടൈലിൽ 2-ൽ എന്തുണ്ട്? ഹൈഡ്രോക്സി ഉണ്ട് അല്ലെ? അപ്പം എന്താണ്? സൈക്ലോഹെക്സൻ 1 ഓൾ. അതിന്റെ 2-ല് എന്ത് ചെയ്യണം? യെസ്, 2-ല് ഹൈഡ്രോക്സി ഉള്ള ബ്യൂട്ടൈൽ ഉണ്ട്. 2 ഹൈഡ്രോക്സി മെയിൻ ചെയിൻ്റെ 2-ല് 2 ഹൈഡ്രോക്സി ഉള്ള ബ്യൂട്ടൈൽ. 2 ഹൈഡ്രോക്സി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സനോൾ എന്നാണ്. ഇനി ഈ കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ 1 2 3 4 5 6 ഇതാണ് മെയിൻ ചെയിൻ. കാരണം ഈ റിംഗിൽ എത്രയേ ഉള്ളൂ? 4 കാർബണേ ഉള്ളൂ. അപ്പോൾ ഹെക്സനാൽ ആണ്. എന്താണ്? ഹെക്സനാൽ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഇനി ഈ കോമ്പൗണ്ട് ഹെക്സനാൽ ഉണ്ടെങ്കിലും അതിന്റെ 5-ല് നമുക്ക് കോംപ്ലക്സ് ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നെയിം ചെയ്യണം. 1 2 3 4 ആണ്. 5-ൽ എന്തുള്ള എന്താ? ഒരു സൈക്ലോബ്യൂട്ടൈൽ ആണ്. ആ സൈക്ലോബ്യൂട്ടൈലിന്റെ 3-ൽ എന്തുണ്ട്? ഒരു ഫോമൈൽ ഉണ്ട്. എന്താ ഉള്ളത്? ഒരു ഫോമൈൽ അല്ലെ? ആൽഡിഹൈഡിന്റെ കാർബൺ മെയിൻ ചെയിനിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഫോമൈൽ എന്നാണ് പറയാം. അപ്പോൾ മെയിൻ ചെയിൻ്റെ 5-ല് ഒരു 3-ല് ഫോമൈലുള്ള സൈക്ലോബ്യൂട്ടൈൽ ഉണ്ട്. മെയിൻ ചെയിൻ്റെ 5-ല് 3-ല് ഫോമൈലുള്ള ഒരു സൈക്ലോബ്യൂട്ടൈൽ ഉണ്ട്. അപ്പോൾ 5 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താണ്? 3 ഫോമൈൽ സൈക്ലോബ്യൂട്ടൈൽ ഹെക്സനാൽ. അതായത് ഇപ്പൊ ഇത് വ്യക്തമാണ് ഹെക്സനാൽ ആണ്. അതിന്റെ 5-ാമത്തെ പൊസിഷനിൽ ഒരു സൈക്ലോബ്യൂട്ടൈൽ ഉണ്ട്. ആ സൈക്ലോബ്യൂട്ടൈലിന് മെയിൻ ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത കാർബണെ നമ്പർ 1 കൊടുത്താൽ 3rd പൊസിഷനിൽ എന്തുണ്ട്? ഒരു ഫോമൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്? ഒരു സൈക്ലിക് കോമ്പൗണ്ടിന്റെ മുകളിൽ കാർബൺ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് വന്നാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? കൗണ്ട് ചെയ്യരുത്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് സൈക്ലോഹെക്സൈൻ. എന്താണ്? ഹെക്സൈൻ. ഇത് കൗണ്ട് ചെയ്തില്ല, പക്ഷെ കൗണ്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൾ എന്നല്ല പറയാ, കാർബാൾഡിഹൈഡ് എന്നാണ്. അപ്പൊ ഈ കോമ്പൗണ്ട് പേരെന്താണ്? അപ്പൊ ഇവിടെ റൂൾ ഓർത്ത് വെക്കുക. ഒരു റിങ്ങിന്റെ മുകളിൽ കാർബൺ കണ്ടെയ്നിങ് ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ്, അതുപോലെ തന്നെ അമൈഡ്, അസൈൽ ഹാലൈഡ് പോലെയുള്ള കോമ്പൗണ്ടുകൾ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർബണെ കൗണ്ട് ചെയ്യരുത്, ബാക്കിയുള്ളതിനെ കൗണ്ട് ചെയ്യുക. ആ കാർബണിനെ കൗണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആൽഡിഹൈഡിന് ആള് പറയരുത്, കാർബാൾഡിഹൈഡ്, അമൈഡ് പറയരുത്, കാർബോക്സമൈഡ്, സയനൈഡ് ആണെങ്കിൽ എന്താണ് സയനൈഡ് എന്ന് പറയരുത്, അല്ലെങ്കിൽ നൈട്രൈൽസ് എന്ന് പറയരുത്, മറിച്ച് കാർബോനൈട്രൈൽ എന്നാണ് പറയേണ്ടത്. അപ്പൊ എന്താണ്? സൈക്ലോഹെക്സൈൻ കാർബാൾഡിഹൈഡ്, സൈക്ലോഹെക്സൈൻ കാർബാൾഡിഹൈഡ്. ഇനി ഇവിടെ എന്താ പറയേണ്ടത്? ഇതാണ് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അപ്പൊ 2-ൽ എന്തുണ്ട്? ഓക്സോ ഉണ്ട് അല്ലെ? അപ്പൊ 2 ഓക്സോ
ടു ഓക്സോ സൈക്ലോ ഹെക്സെയിൻ അല്ലേ. സൈക്ലോ ഹെക്സൈൻ്റെ ടൂല് എന്തുണ്ട് ഓക്സോ ഉണ്ട്. സൈക്ലോ ഹെക്സൈൻ 1 കാർബാൾഡിഹൈഡ് അല്ലെങ്കിൽ കാർബാൾഡിഹൈഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. 1 കാർബാൾഡിഹൈഡ് എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ 1 2 3 4 5 6 സൈക്ലോ ഹെക്സൈൻ കാർബോക്സൈമൈഡ് ആണ്. ടൂല് എന്തുണ്ട് മിത്തൈൽ ഉണ്ട് അല്ലേ. അതുകൊണ്ട് എന്താ പേര് 2 മിത്തൈൽ സൈക്ലോഹെക്സൈൻ കാർബോക്സമൈഡ് 2 എന്താണ് മിത്തൈൽ സൈക്ലോഹെക്സൈൻ കാർബോക്സമൈഡ് എന്നാണ്. അല്ലെങ്കിൽ സൈക്ലോഹെക്സൈൻ 1 കാർബോക്സമൈഡ് എന്ന് പറയാൻ നിർബന്ധമില്ല. 1 തന്നെയാണ് കാർബോക്സമൈഡ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ റൂള് റിങ്ങിന്റെ മുകളിൽ കാർബൺ കണ്ടെയ്നിങ് ടെർമിനൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർബണിനെ കൗണ്ട് ചെയ്യരുത്. മറിച്ച് അതിന്റെ പേര് ആൾഡിഹൈഡ്, ആളിന് പകരം കാർബാൾഡിഹൈഡ്, ഓയിക് ആസിഡിന് പകരം കാർബോക്സിലിക് ആസിഡ്, നൈട്രൈൽസിന് പകരം കാർബോനൈട്രൈൽ, അമൈഡിന് പകരം കാർബോക്സമൈഡ് അങ്ങനെ പറയുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത കോമ്പൗണ്ട് നോക്കാം. ഈ കോമ്പൗണ്ട് നമ്മൾ നോക്കും. യെസ്, എന്താണ് ഈ കോമ്പൗണ്ട്? ഇത് കാർബോനൈട്രൈൽ ആണ് അല്ലേ. അപ്പോൾ 1 2 3 4 5 6 അല്ലേ. അപ്പോൾ സൈക്ലോ ഹെക്സ് എന്ന് പറയരുത്, ഈനുണ്ട്. ഹെക്സ് 2 എന്താ ഇതിന്റെ പേരെന്താ കാർബോനൈട്രൈൽ അല്ലേ. 2 കാർബോനൈട്രൈൽ അല്ലേ. ഈ ഒഴിവാക്കണോ? വേണ്ട. AEIOU ആണ്. കാർബോനൈട്രൈൽ എന്നത് സീലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 കാർബോനൈട്രൈൽ എങ്കിൽ കാർബോനൈട്രൈൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാർബോനൈട്രൈൽ എന്നാണ് ഈ കോമ്പൗണ്ട് പേര്. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയാ? യെസ്, ഇവിടെ ആൽക്കഹോളിക് പാർട്ടാണ് ആദ്യം പറയേണ്ടത്. ഇത് എസ്റ്റർ ആണ്. എസ്റ്റർ കീറ്റോൺ എന്ന എസ്റ്ററിനാണ് പ്രയോറിറ്റി. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടത് ആൽക്കഹോളിക് പാർട്ടാണ്. അതിൽ ഒരു തർക്കമില്ല. ഇനി 1 2 എന്താണ് 3 4 5 6 അല്ലേ. അപ്പൊ 6 ആണ്. സൈക്ലോ ഹെക്സൈൻ ആണ്. 2 ഓക്സോ ഉണ്ട്. പക്ഷെ എന്ത് വന്നാലും എസ്റ്ററിനെ നെയിം ചെയ്യുമ്പോൾ ആൽക്കഹോളിക് പാർട്ടാണ് ആദ്യം പറയേണ്ടത്. അപ്പൊ ഇത്തൈൽ കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? യെസ്, ഇതിന് കാർബോക്സിലേറ്റ് എന്ന് പറയട്ടോ. മറ്റേ നമ്മൾ എന്താണ് എത്തനോയേറ്റ് പ്രൊപ്പനോയേറ്റ് എന്നല്ലേ പറയാം. പക്ഷെ ഈ കാർബൺ ഈ മെയിൻ ചെയിനിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ നോക്കും, ഇതിന്റെ പേരെന്താ പറയാ? ഇതിന്റെ പേര് CH3COOCH3 മിത്തൈൽ എത്തനോയേറ്റ്. അപ്പോൾ ഇത്തൈൽ, പിന്നെ ഇതിന്റെ പേര് സൈക്ലോഹെക്സൈൻ 2 ഓക്സോ സൈക്ലോഹെക്സൈൻ ആണ്. അപ്പൊ ഇത് അതിൽ പെട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താണ് കാർബോക്സിലേറ്റ് എന്ന് പറയാം. എന്താണ് കാർബോക്സിലേറ്റ്? അപ്പം എസ്റ്ററിന്റെ പാട്ട് ആദ്യം അല്ലെങ്കിൽ ആൽക്കഹോളിക് പാട്ട് ആദ്യം പറഞ്ഞു, ഇത്തൈലാണ്. ഇനി ഓരോന്നോരോന്ന് പറയണം. 2 ഓക്സോ ഇനി എന്താ? സൈക്ലോഹെക്സൈൻ പറ. സൈക്ലോഹെക്സൈൻ ഈ കാർബൺ പെട്ടിട്ടുണ്ടോ? ഇല്ല. സൈക്ലോഹെക്സനോ ഈ കാർബൺ ഇതിൽ പെട്ടിരുന്നെങ്കിൽ സൈക്ലോഹെക്സനോയേറ്റ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇത് പെടാത്തതുകൊണ്ട് സൈക്ലോഹെക്സൈൻ കാർബോക്സിലേറ്റ് എന്ന് പറയണം. സൈക്ലോഹെക്സൈൻ കാർബോക്സിലേറ്റ് എന്നാണ് ആ കോമ്പൗണ്ടിന്റെ പേര് വരുന്നത്. സൈക്ലോഹെക്സൈൻ കാർബോക്സിലേറ്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത കോമ്പൗണ്ടിലേക്ക് വരാം. ഈ കോമ്പൗണ്ട് നോക്കൂ. ഇവിടെ നമുക്ക് എന്താണ്? കാർബോനൈട്രൈൽ ഉണ്ട്, കാർബാൾഡിഹൈഡ് ഉണ്ട്, ഹൈഡ്രോക്സി ഉണ്ട്. പ്രയോറിറ്റി ആർക്കാണ്? സയനൈഡിനല്ലേ. സയനൈഡിനാണ് പ്രയോറിറ്റി അല്ലേ. സയനൈഡിനാണ് പ്രയോറിറ്റി. അപ്പം എന്താണ്? 1 കൊടുത്തു. ഇനി 2 ആർക്ക് വേണം? ഇതിന്റെ പേര് കാർബാൾഡിഹൈഡ് എന്നാണ്. സോറി, കാർബാൾഡിഹൈഡ് ഫോമൈൽ. ഇത് മെയിൻ ആയിട്ട് എടുത്തില്ലേ? മെയിൻ കാർബോനൈട്രേറ്റ് എടുത്താൽ പിന്നെ അതിന്റെ പേര് കാർബാൾഡിഹൈഡ് അല്ല, ഫോമൈലാണ്. അപ്പോൾ ഫോമൈലാണ് വരിക. അപ്പൊ ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു. ഇത് ഫോമൈൽ എന്നാണ്. ഇത് ഹൈഡ്രോക്സിയാണ്. ആൽഫബറ്റിക് ഓർഡറിൽ ആരാണോ ആദ്യം വരുന്നത് അയാൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ഇവിടുന്ന് കൊടുത്താലും 1 2 3 ആണ്, ഇവിടുന്ന് കൊടുത്താലും 1 2 3 ആണ് അല്ലേ. അപ്പം ഫോമൈൽ അല്ലേ, FEFGH അല്ലേ. അപ്പം എന്താണ്? ഇവിടെ 2 ഇവിടെ 3. അപ്പൊ എന്താ പേര് പറയും? സൈക്ലോപ്രോപ്പൈൻ. മെയിൻ ചെയിൻ ഏതാ? സൈക്ലോപ്രോപ്പൈൻ കാർബോനൈട്രൈൽ. ഇനി 2 ഫോമൈൽ ഉണ്ട്, 3 ഹൈഡ്രോക്സി ഉണ്ട്. ആദ്യം പറയതാ ഫോമൈൽ അല്ലേ. 2 ഫോമൈൽ 3 ഹൈഡ്രോക്സി
സൈക്ലോപ്രൊപ്പൈൻ കാർബോനൈട്രൈൽ ആണ്. യെസ്, ഇനി ഇവിടെ പറ കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ എന്താണ് 1 ഇവിടെ കൊടുത്തു. സൈക്ലോബ്യൂട്ടൈൻ കാർബോക്സിലിക് ആസിഡ് എന്നാണ് പേര്. ഇനി നമ്പർ ഇവിടെ കൊടുക്കും. ഇതിന്റെ പേര് ഫോമൈലാണ്, ഇതിന്റെ പേര് ഹൈഡ്രോക്സി ആണ്, ഇതിന്റെ പേര് എന്താണ് സയനോ ആണ്. സയനോ ആരാണ് പ്രയോറിറ്റി? ഇവിടെ നിർത്താലും 1 2 3 ആണ്. 1 2 3 ആണ്. രണ്ട് ഭാഗത്ത് ഒരുപോലെയാണ്. അപ്പൊ പിന്നെ ആൽഫബറ്റിക് ഓർഡർ നോക്കുക. സയനോ ഫോമൈൽ ഹൈഡ്രോക്സി CFH അല്ലേ. അപ്പോൾ ഇവിടെയാണ് 2 കൊടുക്കുക, ഇവിടെയാണ് 2, ഇവിടെ 3, ഇവിടെ 4 അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. കാരണം സയനോ ഇവിടെ ഫോമൈൽ, C കഴിഞ്ഞിട്ടാണ് F വരുന്നത്. അപ്പൊ ഇവിടെ 4. രണ്ട് ഭാഗത്ത് ഒരുപോലെ നമ്പറിങ് വന്നോണ്ടോ. ഇവിടെ 1 കൊടുത്ത 2 3, ഇവിടെ കൊടുത്ത 2 3. അപ്പോഴാണ് ആൽഫബറ്റിക് ഓർഡർ നോക്കേണ്ടത്. അപ്പൊ ഏതാ പറയും. 2 സയനോ, 2 സയനോ. ഇനി ഏതാ പറയേണ്ടത്? ഫോമൈൽ ആണോ ഹൈഡ്രോക്സി ആണോ? ഫോമൈൽ അല്ലേ. അപ്പൊ 4 ഫോമൈൽ, 4 ഫോമൈൽ, 4 ഫോമൈൽ. ഇനി 3 ഹൈഡ്രോക്സി, 3 ഹൈഡ്രോക്സി. കഴിഞ്ഞു. ഇനി സൈക്ലോബ്യൂട്ടൈൻ, 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 സൈക്ലോബ്യൂട്ടൈൻ. എന്താ സാധനം? കാർബോക്സിലിക് ആസിഡ്. സൈക്ലോബ്യൂട്ടൈൻ കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്. സൈക്ലോബ്യൂട്ടൈൻ കാർബോക്സിലിക് ആസിഡ് എന്നാണ് ആ കോമ്പൗണ്ട് പേര് വരിക. ഇനി നമുക്ക് ഏതാണ്? യെസ്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, സയനൈഡ് ഉണ്ട്, സയനോമിത്തൈൽ ഉണ്ട്, എസ്റ്റർ ഉണ്ട് അല്ലേ. യെസ്, അപ്പം കാർബോക്സിലിക് ആസിഡ് ആണ് പ്രയോറിറ്റി. ഇപ്പോൾ 1 കൊടുക്കും. ഇനി ഇവിടെ 2 3, ഇവിടെ 2 3 അല്ലേ. അപ്പോൾ 2 3 വരുമ്പോൾ എന്താ പറയേണ്ടത്? ആൽഫബറ്റിക് ഓർഡർ നോക്കണം. ഇതിന്റെ പേര് എന്താ? ഇതിന്റെ പേര് സയനോമിത്തൈൽ ആണ്. സയനോമിത്തൈൽ, സയനോമിത്തൈൽ, സയനോമിത്തൈൽ ആണ്. ഇതിന്റെ പേര് ഇത്തോക്സി കാർബണൈലാണ്. എസ്റ്ററിന് പിന്നെ OH പറയരുത്, കാരണം മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ OH ഹൈഡ്രോക്സി പറയുന്നത് പോലെ ഇതിനെന്താ പറയാ? ഇത്തോക്സി കാർബണൈൽ അല്ലേ. നമ്മൾ കാർബൺ ഓയിൽ, അതുപോലെ തന്നെ ഹൈഡ്രോക്സി, അതുപോലെ തന്നെ സയനോ അമീനോ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ പറയണ്ട. അപ്പൊ ഇതിന്റെ പേരെന്താ? ഇത്തോക്സി കാർബണൈൽ, ഇത്തോക്സി കാർബണൈൽ, ഇത്തോക്സി കാർബണൈൽ. അപ്പോ നമുക്ക് എങ്ങോട്ടാ പേര് വരിക? പറയും. യെസ്, ഇത് രണ്ട് ഭാഗത്തും ഒരുപോലെ ആയതുകൊണ്ടോ 1 2 3, 1 2 3 രണ്ട് ഭാഗത്തും ഒരുപോലെയാണ്. അപ്പോൾ എങ്ങോട്ടാ വരിക? ഇത്തോക്സി കാർബണൈൽ ആണ്. സയനൈഡ് ആദ്യം വരിക, സയനൈഡ് ആദ്യം വരിക. C and ABCDEE അല്ലേ. അപ്പോൾ സയനൈഡ്. അപ്പോൾ 1 2 3 4 5 6 അല്ലേ. അപ്പോൾ സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ് ആണ് കോമ്പൗണ്ടിന്റെ പേര്. സൈക്ലോഹെക്സൈൻ, ഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്, സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ്. ഇനി എന്താണുള്ളത്? സയനോമിത്തൈൽ ഉണ്ട്, ഇത്തോക്സി കാർബൺ ഉണ്ട്. ഏതാണ് ആദ്യം വരിക? സയനോമിത്തൈൽ അല്ലേ. അതെവിടെ ഉള്ളത്? മെയിൻ ചെയിൻ്റെ 3 സയനോമിത്തൈൽ, 3 സയനോമിത്തൈൽ, 3 സയനോമിത്തൈൽ. പിന്നെ 5 ഇത്തോക്സി കാർബണൈൽ, 5 ഇത്തോക്സി കാർബണൈൽ, ഇത്തോക്സി കാർബോണൈൽ, കാർബോണൈൽ. ഓക്കെ, സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ്. ഇതാണ് ഈ കോമ്പൗണ്ട് പേര്. അപ്പോൾ സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ എങ്ങനെയാണ് നെയിം ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ എങ്ങനെയാണ് നെയിം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, UPSC നെയിമിംഗ് തീരാൻ പോവാണ്. ഇനി കുറച്ച് 1-2 ടോപ്പിക് കൂടിയേ ഉള്ളൂ. ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ എങ്ങനെ നെയിം ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത പാട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.